Assalamualaikum warahmatullahi wabarakatuh. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇഫ്താർ സ്റ്റാർട്ടറാണ്. വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഇഫ്താർ സ്റ്റാർട്ടറാണിത്. ഇന്നത്തെ നമ്മുടെ മെനു തരിക്കഞ്ഞി, അവിലും വെള്ളം, പിന്നെ എലാഞ്ചി ഇവയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അവിലും വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അവിലാണ്. നല്ല മട്ട അരിയുടെ അവിലാട്ടത്. ഞാനിവിടെ 2 പിടി അവിലെടുക്കുന്നത്. 3 പേർക്കോ 4-5 പേർക്ക് കഴിക്കാനുണ്ടാവും ഈ 2 പിടി അവില് കൊണ്ടുണ്ടാക്കിയ അവിലും വെള്ളം. ഈ അവിലിനെ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് കുതിരുന്നതിന് മുൻപ് തന്നെ ഈ അവിൽ കഴുകിയെടുക്കണം. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. 3 കപ്പ് വെള്ളമാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് റവ ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് റവയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഒന്നുകൂടെ തിക്കായിക്കോട്ടെ വിചാരിച്ചില്ല ഞാൻ 1/4 കപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ റവ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. ഏലക്കയുടെ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ റവയിലോട്ട് 1-2 ഏലക്ക മുറിച്ചിടുക ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടിയൊക്കെ ചേർത്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തരിക്കഞ്ഞിക്ക്. ഇനി ഇത് ഇരുന്നിട്ട് തിളച്ച് വരട്ടെ. അടുത്തതായിട്ട് അവിലും വെള്ളത്തിലോട്ട് വേണ്ടത് ചെറുപഴമാണ്. ചെറുപഴത്തിൽ ഏത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് മൈസൂർ പൂവനാണ്. ഒന്നുകൂടെ തണുപ്പാണല്ലോ മൈസൂർ പൂവന്. അപ്പോൾ മൈസൂർ പൂവൻ എടുക്കാം. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഉപയോഗിക്കാം കേട്ടോ. എത്ര നമ്മൾ പഴം ഉപയോഗിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ അവിലും വെള്ളത്തിന്. ഞാനിവിടെ ഒരു 10ഓളം പഴം എടുക്കുന്നുണ്ട്. ഇത് ചെറിയ പഴം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. 10 പഴം എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. അത്യാവശ്യം മധുരം വേണം കേട്ടോ. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിതിനെ മാഷ് ചെയ്തെടുക്കുകയാണ്. ഒരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ മാഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. മാഷ് ചെയ്തെടുക്കുമ്പോഴുള്ള ടേസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവില്ല. നമ്മുടെ അവിൽ മിൽക്കിലോട്ട് നമ്മൾ പാല് ചേർക്കാറുണ്ടല്ലോ. പക്ഷേ ഈ ഇതിലോട്ട് അവിലും വെള്ളമാണിത്. ഇതിലോട്ട് പാല് ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ നല്ല തണുത്ത വെള്ളം ഒഴിക്കേണ്ടത്. സാധാരണ ഞങ്ങൾ കൂജയിൽ വെച്ച് തണുപ്പിച്ച വെള്ളമല്ലേ അതാട്ടോ ഉപയോഗിക്കുക. ഒരു പ്രത്യേക ഒരു തണുപ്പായിരിക്കുമല്ലോ അതിന്. നമ്മുടെ ഐസ് വാട്ടറിൻ്റെക്കാളും കൂടുതൽ ദാഹമൊക്കെ മാറുന്നത് കൂജയിൽ വെച്ച വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ പഴം ചേർക്കാതെ ചെറിയുള്ളി ചേർത്തിട്ടുണ്ടാക്കുന്ന അവിലും വെള്ളത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നില്ലേ. അതും ദാഹം മാറ്റാനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കാണ്. നല്ല തണുപ്പായിരിക്കും. പഴവും അവിലും ഒക്കെ തണുപ്പുള്ളതല്ലേ. നന്നായിട്ട് തന്നെ ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കഴുകി നല്ല തണുത്ത വെള്ളത്തിൽ വെച്ചിട്ടുള്ള അവിലാണ്. ഈ അവിലിനെ ഞാൻ വെള്ളത്തോടു കൂടെ തന്നെ ഈ പഴത്തിൻ്റെ മിക്സിലോട്ട് ചേർക്കണം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിക്കാം. കുറച്ച് ലൂസായിരിക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. കുറേ വെള്ളം കുടിക്കാമല്ലോ. നമ്മുടെ അവിലും വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റവ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ചിലർക്ക് നല്ല മധുരമായിരിക്കും വേണ്ടി വരിക, ചിലർക്ക് അധികം മധുരം വേണ്ടി വരില്ല. അപ്പോഴതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർത്താൽ നമ്മുടെ റവ ഒന്നുകൂടെ ലൂസായിട്ട് വരും. പഞ്ചസാരയുടെ മധുരം കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പിൻ്റെ ടേസ്റ്റ് പറ്റാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ തരിക്കഞ്ഞി. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് പാലൊഴിക്കാം. ഇത് 1 കപ്പ് പാലാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. കവറിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയെ നമുക്ക് പൊട്ടിച്ചിട്ട് പാനിലോട്ട് ഒഴിക്കാം. മുട്ട ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ വെസലിലോട്ട് ഒഴിക്കാം. നമുക്കിത്
നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ മൈദ ചേർക്കാണ്. ഇത് 1/2 കപ്പ് മൈദയാണ്. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു മഞ്ഞ കളറൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി. ഇനി മഞ്ഞ കളർ വേണ്ടെന്നാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ബാറ്റർ ആക്കിയിട്ട് മാറ്റണം. കുറേശ്ശെ വെള്ളം ഒഴിക്കാം. നമ്മൾ സാധാരണ ടാപ്പ് വാട്ടറോ ഇത് കുടിക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളമോ അത് കുടിച്ചോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാത്തൊരു ബാറ്ററാക്കി മാറ്റാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ്. നമ്മുടെ തരിക്കഞ്ഞി ഇപ്പോഴും നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കുറുക്കം തന്നെ ഉണ്ട് കേട്ടത്. ഇനി ഇത് തണുത്താൽ ഒന്നുകൂടെ കുറുകി വരും. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. 1/2 കപ്പ് തേങ്ങാപ്പാലാണിത്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തരിക്കഞ്ഞിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ ഇത് തിളക്കരുത് കേട്ടോ. ഇപ്പോഴൊന്നുകൂടെ ലൂസായില്ലേ. അതായത് അത്യാവശ്യം നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കാനുള്ള കുറുക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 പേർക്ക് കുടിക്കാനുണ്ടാവും ഈ തരിക്കഞ്ഞി. ഓരോ ഗ്ലാസ് വീതം കുടിക്കാൻ 5 പേർക്ക് ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ മലബാറിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് തരിക്കഞ്ഞി. ഇനി നമുക്കിതിലോട്ട് വറുത്തിടുക കൂടെയാണ് വേണ്ടത്. നമുക്ക് എലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റായിട്ട് വരട്ടെ. മെൽറ്റായ നെയ്യിലോട്ട് ഞാൻ കാഷ്യൂ നട്ട്സ് ചേർക്കണേ. ഒരു 10ഓളം കാഷ്യൂ നട്ട്സ് ചേർക്കാം. 5 മുതൽ 10ഓളം കാഷ്യൂ നട്ട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റൈസൻസ് ചേർക്കാം. ഇതും 10ഓളം റൈസൻസ് തന്നെ ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ കാഷ്യൂ നട്ടിനെയും റൈസിനെയും നമുക്ക് ഒന്നുകിൽ നെയ്യിൽ നിന്ന് മാറ്റിയിട്ട് ഈ പാനിലോട്ട് തന്നെ പഞ്ചസാര ചേർത്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിലോട്ട് ഡയറക്റ്റ് തന്നെ തേങ്ങ ചേർത്ത് ഇളക്കാം. ഞാൻ എന്തായാലും ഡയറക്റ്റ് തന്നെ തേങ്ങ ചേർക്കുകയാണ്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർക്കാം. ഇത് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർക്കാം. അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ എലാഞ്ചി ആകുമ്പോഴും അത്യാവശ്യം നല്ല മധുരമൊക്കെ വേണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായിട്ട് ഈ തേങ്ങയിൽ നിന്ന് പിടിക്കാൻ വേണം. ഈ തേങ്ങ നല്ലൊരു ടേസ്റ്റ് വരണം. ബ്രൗൺ നിറാവേണ്ട ആവശ്യമില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് വരും. നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒരുവിധം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിവിടെ 2 ഏലക്ക വറുത്ത് പൊടിച്ചെടുത്തത് ചേർക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ എലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ദോശ ചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ദോശ ചട്ടിയെ ഞാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ്. നീർദോശയ്ക്കൊക്കെയുള്ള ബാറ്ററില്ലേ, അതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് പാനിലോട്ട് ബാറ്റർ ഒഴിക്കാം. ഒന്നുകിൽ ഒഴിച്ചിട്ട് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കിട്ടുന്ന ഷേപ്പിൽ എടുക്കാം. ഞാൻ ചെറിയ ചെറിയ എലാഞ്ചികളാണ് ഉണ്ടാക്കുന്നത്. ഇനി വലുതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് മുറിച്ചെടുക്കാൻ മതി. 2-3 പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ മതി. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്യാം. ഇതുപോലെ നമുക്ക് മുഴുവൻ എലാഞ്ചിയും റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാനിവിടെ എടുത്തിട്ടുള്ള ബാറ്ററും അതുപോലെ തന്നെ ഫില്ലിങ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ 7 മീഡിയം സൈസുള്ള എലാഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാൻ 1-2 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. എത്രത്തോളം നെയ്യ് വേണോ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം.
ചൂടായ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കാം. ഏകദേശം 1-2 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ വലിയ 2 ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇനി ഇതിരുന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി ഉള്ളിലോട്ട് ഞാൻ 4-5 കാഷ്യൂനട്ട്സും 4-5 റൈസസും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇരുന്നിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറായി വരണം. ഇപ്പോൾ നമ്മുടെ വറവ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തരിക്കഞ്ഞിയിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാനിത് തരിക്കഞ്ഞിയിലോട്ട് ഒഴിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഫ്താർ സമയത്ത് ചൂടോടുകൂടി തന്നെ ഈ തരിക്കഞ്ഞി സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ നോമ്പുതറ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തേത് തരിക്കഞ്ഞിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള തലക്കീടലായിട്ടുള്ള തരിക്കഞ്ഞിയാണ്. അടുത്ത വിഭവം വാഴയ്ക്ക വെള്ളമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിഷാണിത്. അവലും നല്ല പഴുത്ത മൈസൂർ പൂവിനും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. കുറച്ച് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും നല്ല ചൂടാണല്ലോ, ഈ ടൈമിലൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അടുത്തതായിട്ട് സ്നാക്കായിട്ട് ഞാൻ സെർവ് ചെയ്യുന്നത് എലാഞ്ചിയാണ്. ഈസി ആയിട്ടും അതുപോലെ ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ഒരുപാട് സ്ട്രെയിൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ് ഈ എലാഞ്ചി. നമുക്ക് ഫ്രൂട്ട്സ് വേണ്ടേ, നല്ല ചൂടുള്ള സമയത്ത് കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അത് വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നത് വത്തക്കയാണ്. അതിൻ്റെ കൂടെ തന്നെ ചക്ക കൂടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ചക്കയൊന്നും നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വിഭവമാണ് ഈ ചക്കയൊക്കെ. ഒരു ചക്കയൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ സിമ്പിളായിട്ടുള്ള ഇഫ്താർ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും വ്ലോഗ്സും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.